ഞങ്ങളിന്ന് നമ്മുടെ പാലം, അതായത് ചാത്തനാട് പാലം ആദ്യമായിട്ട് കയറാൻ പോണേട്ടാ. ഞങ്ങളൊന്ന് കടമക്കുടി പോണ്. കയാക്കിങ് എന്താണ് വൈബ് എന്നൊന്ന് നോക്കട്ടെ. ബലൂണൊക്കെ ഉണ്ടേട്ടാ. കിഴിക്കര ചാത്തനാട് റൂട്ട് നല്ല കിടിലൻ റൂട്ടാണ്. കുറച്ച് കാം ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ എത്തിപ്പെടാൻ പോണതാണ് ഏഴിക്കര സ്റ്റാൻഡ്. യെസ്, ഇതാണ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇവിടം വരെ ഉള്ളൂ. KSRTC മറ്റേ ചാത്തനാടേക്ക് പോകാറുണ്ട് കേട്ടോ. ഒരു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര കാം പീസ്ഫുൾ ഏരിയ ആണ്. നേരെ ഇപ്പൊ നമ്മൾ പോണതിന്റെ റൈറ്റ് സൈഡിൽ പാരലായിട്ടാണ് നമ്മുടെ വീരമ്പുഴ എടുക്കണത്. അതിന്റെ തൊട്ടപ്പുറത്താണ് വൈപ്പിങ്കര എടുക്കണത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെടുങ്ങാടുന്നൊക്കെ സിമ്പിളായിട്ട് ഏഴിക്കരക്കൊക്കെ വഞ്ചിക്കും ബോട്ടിനൊക്കെ വരാം. പക്ഷെ അതിനുള്ള സംവിധാനമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. റോഡ് വന്നേ പിന്നെ ഈ പറഞ്ഞോട്ട് കറങ്ങി ഒരു U-ടേൺ പോലെ എടുത്തിട്ടാണ് ഞങ്ങളിപ്പോ വന്നത് വൈപ്പിങ്കരന്ന്. എത്തിപ്പോയി ഏഴിക്കര അല്ലെങ്കിൽ ചാത്തനാടിന്ന് അപ്പുറത്തെ കരയിലോട്ട് മുട്ടണത്. അതായത് അവിടെ ഏതാണ് സ്ഥലം? നമ്മുടെ കടമക്കുടി ആ ഭാഗത്തേക്ക് മുട്ടണ പാലം. ഇതാണ് ആ പാലം. This is that വൈപ്പിങ്കര കാണണ്ട നിങ്ങ. ഇതാണ് വൈപ്പിങ്കര. This is വൈപ്പിങ്കര. Oh man, this is so cool, huh? This is so cool. ഇതുണ്ടാ. യെസ്, ഇതാ വൈപ്പിങ്കര കേട്ടാ. നിങ്ങൾ കാണുന്ന അപ്പുറത്തെ ഐലൻഡാണ് വൈപ്പിങ്കര. നെടുങ്ങാട് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അവിടെയായിട്ടൊക്കെ വരും. ഇത് കണ്ട നിങ്ങളൊരു വീട് കാണണ്ട. അത് നമ്മളുടെ അവിടെ നിന്ന് നമ്മിങ്ങാട് നോക്കണ ഒരു ഇതാണ്. ഓ ദാറ്റ്സ് ഗുഡ്. ഇവിടെ മഞ്ചിക്കാരൊക്കെ കേട്ടാ മീൻ പിടിക്കാൻ. ആദ്യമായിട്ടാണ്ടാ പാലത്തില്, പാലം പണി കഴിഞ്ഞിട്ട്. ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കൂൾ. കൊറേ നാളുകളായിട്ടാ, എന്തോരം നാളായിട്ട് കാണുന്നേന്നറിയോ. ഇവിടെ ഒരു ലാസ്റ്റത്തെ പില്ലർ വരെ ഇങ്ങനെ പണി തീരാണ്ട് ഇങ്ങനെ ഇട്ടാക്കണായിരുന്നു. ഈ കുറച്ച് കാലം, അതായത് എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ കഴിഞ്ഞ കൊല്ലത്തെ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ പിണറായി സഖാവിന്റെ ആ ഒരു നേതൃത്വത്തിലുള്ള ടീമാണിത് ഇപ്പൊ സെറ്റാക്കിയത്. കണ്ട പാലം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ പണിഞ്ഞ് ലാസ്റ്റ് തീരണതിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അന്ന് വീഡിയോന്റെ എന്തോ പില്ലറിന്റെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നു. അപ്പൊ ഇത്രയും ഇല്ലായിരുന്നു. കണ്ട, ശരിക്കും പറഞ്ഞ ഇതൊരു പ്ലാൻ ചെയ്യാത്തതിന്റെ പേരിൽ ഇവിടം വരെ ഉള്ളൂ വീതി. ഇത്രയും വീതിയിൽ പണിതാക്കണ സാധനമാണ്. പക്ഷെ ഇവിടുത്തെ ഇത് കണ്ട, ഇതിന് ശേഷമുള്ള റോഡുകളൊക്കെ സ്റ്റാർട്ടിങ് തന്നെ മോശമാണ്. ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് ഈ ഏത് കടമക്കുടി എന്ന് പറയണത്. വൈപ്പിൻ ഐലൻഡൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഐലൻഡ് അല്ലെങ്കിൽ വേറൊരു സ്പേസ് ആണ്. പക്ഷേ ദേ ഹാവ് നോട്ട് കണക്റ്റഡ്. ആൻഡ് ഒരു ചെറിയ സ്പേസിൽ മാത്രം അവർ ടൂറിസം എൻഗേജ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഭയങ്കര മോശമാണ്. അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചും അതിൻ്റെ അപ്പുറവും കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ്, പറയാനല്ലേ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ മറ്റേ അപ്പുറത്തൊഴി വരുന്ന ഷാപ്പ് അവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ടാ കണ്ട. റോഡ് ഭയങ്കര മോശമാണെന്ന്. ചെറായിന്ന് പറവൂരിന്ന് വന്നൊരിക്കൊക്കെ ഇതിലെ കടമക്കുടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പേസിലോട്ടൊക്കെ എത്താൻ എന്ത് എളുപ്പമാണെന്നറിയോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറയാനാണ്. വല്ല വിജയ് വല്ലതും വരേണ്ടി വരും ഇവിടെ ഇതൊക്കെ കണ്ടറിഞ്ഞ്. അല്ലെങ്കിൽ മോദി തന്നെ വരണം. മോദി ഒറ്റയടിക്ക് ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്യും. മനസ്സിലായ?
ടൂറിസത്തിന് വേണ്ടി നല്ലോണം ഒരു എന്താ പറയുക നല്ലൊരു കാര്യങ്ങൾ ചെയ്യണ ഒരു വ്യക്തിയാണ് മോദിജി. സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ. പക്ഷേ വേണ്ട, അതായത് വരാപ്പുഴയിൽ നിന്ന് നമ്മ കയറി വന്ന സ്പേസിൻ്റെ ആ ഒരു റോട്ടിലെത്തി, മനസ്സിലായ? അത് ഈ റോഡൊന്ന് വീതിയാക്കി അല്ലെങ്കിൽ നല്ലോണം ഒന്ന് പണിഞ്ഞ് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു നല്ല റോഡ് അവിടേക്കൊന്ന് കണക്ട് ചെയ്താൽ ശരിക്കും ഇവൻ നമ്മുടെ വരാപ്പുഴയിലൊക്കെ സിമ്പിളായിട്ട് എത്തും. ഇവൻ അല്ലെങ്കിൽ കണ്ടെയ്നർ റോഡുമായിട്ട് ശരിക്കും പാലമായിട്ട് കണക്ട് ടച്ചിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, എന്ത് പറയാനാണ്. അല്ല, എന്ന് മാറും എന്നുള്ളൊരു ചിന്താഗതിയും അതുപോലും ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടണില്ല എന്ന് പറഞ്ഞാണ് സത്യം. ഇത് കണ്ടില്ലേ, ഒരു അത്രയും ടൂറിസ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ ബാക്ക് വേറെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾ വന്നതും എല്ലാവരും, അല്ലെങ്കിൽ ഇവിടെ എന്തോരം ടൂറിസം നടക്കുന്നുണ്ട്, എത്ര ബ്യൂട്ടിയാണ് ഈ ഏരിയ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഫുള്ള് റോഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ടൂ വീലറിനായതുകൊണ്ടാണ് ഇങ്ങനെ, കാറിന് വന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. അല്ലോ, ആ പാലം മാത്രം ക്ലീൻ ഉണ്ടായിരുന്നു. എന്തിന് പണിഞ്ഞാണപ്പം ആ പാലം? പാലം പണിയേണ്ട ഒരു ആവശ്യം പോലും ഇല്ലായിരുന്നു ഈ കണക്കിനാണെങ്കിൽ, അല്ലേ? കറങ്ങി അതുവഴി തിരിച്ചു വരാം. അത് കണ്ടില്ലേ, അയ്യോ ശോകം അവസ്ഥ, അല്ലാണ്ട് എന്ത് പറയാനായിരുന്നു. ഇഷ്ടംപോലെ ഫുൾ ടൈം ഓപ്പൺ ആയിട്ടിരിക്കുന്ന കുറെ കടകളുണ്ട് കേട്ടോ. ഗൈസ് ഉണ്ട്. കണക്ക് പറഞ്ഞു 15 ബജി ഞാൻ കഴിച്ചു. ഓക്കെ, ഇവനൊരു പഴംപൊരി, ഞാനൊരു പഴംപൊരി, ഒരു ചായ. ഇയാള് എത്ര? 3 മുട്ട ബജി. ലക്ഷ്മി ചായ, ഒരു ചായ. എത്ര ജി? 15 ബജിയും ഒരു പഴംപൊരി, 1 2 3 4 ചായ. ഞാൻ ചായ കുടിച്ചില്ല. ചായ കുടിച്ചില്ലേ? ആ, ഞാൻ ചായ കുടിച്ചായിരുന്നു. എത്ര പൈസ കൊടുത്താണോ? 4 ചായ കേട്ടാ. കടമക്കുടി ഇതിൽ നമ്മുടെ ഈ പുതിയ പാലത്തിൻ്റെ അടിയിലട്ടാ നമ്മളിന്ന് കയാക്കിങ്ങിൻ്റെ പരിപാടി ഫ്രീക്കിയാൻ പോണ ഇവിടെയാണ്. ഓ, സ്കൂൾ വീരമ്പുഴ ഉണ്ട്. ഇത് വീരമ്പുഴ, അതായത് നമ്മുടെ ഈ മെയിൻ ഐലൻഡിലത്തെ പാലത്തിൻ്റെ അടിയിലത്തെ മെയിൻ സ്ഥലം. പൊള്ളി ഇതിട്ട് കറക്കും അങ്ങനെയാണെങ്കിൽ. അയ്യോ, ഈ സാധനം മറ്റേ എക്കലക്കല് ചെയ്തിട്ടുണ്ട്. ശാന്റമ്മേ, കിട്ടില്ല സാധനമാണ്. ഇങ്ങനെ ഇട്ട് കറക്കും. സെറ്റായിട്ടാ. പണ്ട് ആ തൻ്റെ താക്കോല് എല്ലാം സിംഗിൾ. പിന്നെ അവര് സിംഗിൾ ഒറ്റക്ക് പാടുവിടും. ഇത് കണ്ട സെറ്റാണ്. ഹായ്, ഈ സാധനം കിട്ടോ? എനിക്കിത് മതി, എനിക്ക് ഈ സാധനം മതി. ഇതാകുമ്പോ സുഖമാണ്. കയാക്കിങ്ങിന് നല്ലോണം കിടന്നാലും നീന്താ വട്ടം. ഇത് പൊള്ളിയായിരിക്കും, പക്ഷെ ഇന്ന് നീട്ടം കൂടുതലാണ്. ഈ ചെറുതില്ലേ? ആ, ഓക്കെ. ഏയ്, ഞാൻ വെള്ളത്തിൽ ഇപ്പൊ പൊന്തിക്കെടുക്കും. അതുണ്ട്, കയാക്കിങ് ഉണ്ട്. ആ, അതന്നെ. സർഫിങ് വേറെ, ഇത് ഇത്തിരി കൂടി മറ്റേ കിടന്നിട്ട് നമുക്ക് കയ്യും വെച്ചിങ്ങനെ ഫ്രീ ചെയ്യാ. സുഖോണ്. പിന്നെ മറ്റേത് ഇത്ര പെടുത്ത് അല്ലെന്ന്, മറ്റേത് ഇത്ര പെടുത്ത് സുഖോണെന്ന് പറഞ്ഞിരിക്കണ. വെള്ളത്തിലിട്ടാ വെയിറ്റ്. ഉണ്ടേണ്. ഇതൊന്നുമില്ല, ഇത് പ്ലെയിൻ ആണ്, അല്ലേ ബ്രോ?
കയ്യും വെച്ചും പിന്നെ മറ്റേ സാധനം ഉണ്ടാ. ആ ഓക്കെ, ഇത് കണ്ടാ കിട്ടില്ല സാധനമല്ലേ. ഞാൻ ഇതിലാണ് ട്രൈ ചെയ്യാൻ പോണത്, പൊള്ളിയായിരിക്കും. താങ്ക്സ് മാൻ. ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടന്നിട്ട് ഈ മൂടായിരിക്കുള്ളു. ആ ഓ, ഈ പുഴയില് നമ്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മ പൊളിക്കും. എങ്ങാട് പോവാ, അങ്ങാട് പോവല. ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മ ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങാൻ. ഇത്രയും വലിയ പുഴയാണ്, വെള്ളമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. സേഫ്റ്റി മസ്റ്റ് ബിഗിൽസ്. എല്ലാവരും കഴിച്ച് എല്ലാവരും സേഫ്റ്റി മസ്റ്റാണ്. ഇത് വേണ്ട, ഞാൻ സേഫ്റ്റിയാണ്. ഇതൊക്കെ ഇട്ടിട്ടേ ഉള്ള പരിപാടികൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഇട്ടേണ്ട് കാണാം കേട്ടാ, വെള്ളത്തിൽ കാണാം. സെറ്റ് സെറ്റ് സെറ്റ്, എല്ലാരും സെറ്റ്. ഇതിന്റെ അതിന് പൊക്കാൻ പറ്റണ്ട ഡാറ്റ്സേ. ഒരെണ്ണം ഇറക്കിട്ടാ, ഒരെണ്ണം ഇറക്കി. കാറ്റ് പിടിച്ചാൽ സാധനം ഉണ്ടോ നമുക്ക് സേഫ് ആയിട്ട് നമ്മളെ ക്യാമറയൊക്കെ വേണമെങ്കിൽ പിടിക്കാൻ പറ്റും. ദേ വരുൺ പോയിട്ടാ, വരുണേ നേരെ തന്നെ തുഴഞ്ഞോട്ടി ഇപ്പളെ. കാരണം അങ്ങോട്ട് കാറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ താൻ തിരിച്ച് ഞങ്ങളുടെ ഒപ്പം വരേണ്ടി വരും. പൊട്ടേ പൊട്ടേ. എല്ലാരും ഇറങ്ങിക്കോ, എല്ലാരും സെറ്റ് ചെയ്ത്. ഏതാ കണ്ണ ഐലൻഡ് അടിച്ചാ ഇത് കറങ്ങി വരാനാണ്ട പ്ലാൻ. എന്റെ മോനെ, അത് വെറുതെ പൊള്ളിയായിരിക്കും. ഇല്ലില്ല, അത് പഠിച്ചു കഴിഞ്ഞാ പിന്നെ ഒഴുകി ചെയ്ത് പോവല്ല. സെറ്റ്. എല്ലാരും ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങിക്കോ. പുഴ നടുക്കെത്തി പോയി. ഹലോ, ഹായ്. ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ എത്തി. അത് നെടുങ്ങാട്ടാ, പറ്റുമെങ്കിൽ അവിടം വരെ ഒന്ന് പോവാ. മറ്റേത് ആ ഇതെന്തിനാണ് അവര് പറഞ്ഞത്, അവിടം വരെ പോയിട്ട് കറങ്ങി അടിച്ച് വരും. ഇതിനൊക്കെ എത്തിപ്പോയി. അയ്യോ, ലക്ഷ്മി അവിടെ എത്തിയല്ല. നെടുങ്ങാട് അടിച്ചു മുത്തേ. അവരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് പഴംപൊരിക്ക്. അങ്ങോട്ട് പോയിട്ട് വരാം. പഴംപൊരി കണ്ടില്ലേ നിങ്ങൾ നേരത്തെ? പഴംപൊരി കഴിച്ചാ? എപ്പോഴുണ്ട് റൈഡ് പോലെ സ്പേസോ
കഴിഞ്ഞെത്തിയട്ടാ, സീനാണ്. എത്ര മണിക്കൂർ എടുത്ത് സമയം നോക്കി? തമാശ എത്ര മണിക്കാണ് ഇറങ്ങിയത്? 2-2.5 മണിക്കൂറുണ്ട്. ഹെൽമെറ്റ് കിട്ടിയണ്ടല്ല. അങ്ങനെ നമ്മളെ സക്സസ് ആയിട്ട് ഈ റൈഡ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് നെടുങ്ങാടാണ്. അടുത്തത് നേരെ ഒന്ന് നെടുങ്ങാട് അടിക്കാൻ നോക്ക്. അതെ അതെ അതെ. പിന്നെ ഇതുമ്മ ചവിട്ടില് താന്നു. എല്ലാം ഒന്ന് ചാടി ഒരു തിന്നിട്ട് തിന്നിട്ടാ. പിന്നെ ആദ്യം വീണ്. അതെ എന്റെ നേരെ ഓപ്പോസിറ്റ് നെടുങ്ങാട്. അടുത്തത് ഞങ്ങൾ അത് അടിക്കാൻ വേണ്ടി വരും കേട്ടാ. പൊളിയായിരിക്കും. ബൈ 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 ബൈ. ജാക്കറ്റിട്ട് അവിടെ കറങ്ങിട്ടോന്നല്ലോ. ജാക്കറ്റിട്ട് അവിടെ ചാടിട്ടോ. അവിടെ മൊത്തം കുറ്റിയാണ്. കുറ്റിയാണ്. അപ്പൊ വേണ്ടട്ടാ, അവിടെ കുറ്റിയാണ്. വെറുതെ ആട്. എന്തിന് മറ്റേ ഫ്ലിപ്പ് അടിക്കാൻ പോണ്ട്. നീ ഇവിടുത്തെ ആട്. നോ പ്രോബ്ലം. നോക്കി ചാട സാധനം. ടാസ്ക് അടിക്കരുത്. ഇവിടെ ഫ്ലിപ്പ് വെറുതെ ചാടിയാ മതി. ഇതിനെ പൊങ്ങുമല്ലോ. പിന്നെ അതിന്റെ വലിയ കുഴപ്പമില്ല. അടിയിലൊന്നും കാണൂല. ഒരു എൻജോയ്മെന്റ് അടുത്ത് എനിക്ക് അറിഞ്ഞുകൂടാണ്ടാണ് ആ ഫീല്.
അതില്ലാണ്ട് ചാടാൻ പറ്റുമെന്നാവോ? സേഫ്റ്റി ആയിരിക്കണില്ലെങ്കിൽ ആൾക്കാർ ആ അതാണ് സേഫ്റ്റി ഇല്ലാണ്ട് ഈ പരിപാടി നടത്താനും പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് പണിയിട്ടില്ല. നന്നായിരുന്നു. വാ പേടിയാന്നൊക്കെ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഈ പരിപാടി ഇന്നത്തെ ക്ലോസ് ആണ്ട. ഇവരുടെ പേരെന്തിട്ടായിരുന്നു വരുണേ? ഇവരുടെ പേരെന്തായിരുന്നു? അല്ല കമ്പനിയുടെ ഒഴുക്ക്. ഒഴുക്ക് എന്നാണ്ട് ഇവരുടെ പേര്. ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോൾ കണ്ടോട്ടാ. ഒഴുക്ക് എന്നാണ് പേര്. ഒഴുക്ക്. യെസ്. ലോട്ട് ഓഫ് ഉണ്ട്. അപ്പൊ എത്ര പേര് വന്നാലും നൈസായിട്ട് ഫ്രീ ചെയ്യാൻ പറ്റുമോട്ടാ. തീർച്ചയായും. അതാണ് ഇത് കണ്ട കുറേ കയാക്കിങ് ഉണ്ട്. ഇതേ 2 പേർക്ക് പോണതുണ്ട്. ഇവിടെ ഒറ്റക്കുള്ള തന്നെ കുറേ എണ്ണൊരിപ്പുണ്ട്. ജാക്കറ്റും സേഫ് എല്ലാം ഉണ്ട്. അപ്പോൾ സമയം കളയണ്ട, എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ നൈസായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ ഇട്ടേക്കാം. ഇൻസ്റ്റഗ്രാമിലും ഉണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ താങ്ക്സ് ബ്രോ ഫോർ ഹോസ്റ്റിംഗ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണും. കബഡിയാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. നൈസ് മെമ്പറാണ്. ബൈ ബൈ. അപ്പൊ നിതിനെ ബൈ പറ. ബൈ ബൈ നിതിനെ. ബൈ 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 ബൈ. വരണേ. ബൈ ബൈ. വരണേ. ബൈ ബൈ. അടുത്ത പരിപാടി കാണാം. യെസ്.